നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടുന്ന് ഇറങ്ങി എങ്ങോട്ടാ പോയത്? അതറിയില്ല. ബന്ധുക്കളാണെന്ന് തോന്നുന്നു. ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. ബന്ധുക്കളെ കൂട്ടിക്കൊണ്ടുപോയെന്നോ? അതെ, ആരാണെന്ന് അറിയില്ല. രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്നത് കണ്ടു. അവരോടൊപ്പം കാറിൽ കയറിപ്പോയി. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. രവി, ആരാകിൽ സർ അമൃതയെടുത്ത് കൂട്ടിക്കൊണ്ടുപോയത്? എനിക്കറിയില്ല. നീ ഒന്നുകൂടി വിളിച്ചു നോക്കിയേ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയുന്നത്. ആർക്കൊപ്പായിരിക്കും അമൃതയെടുത്ത് പോയിരിക്കുക? സർ, നമുക്ക് പോലീസിൽ അറിയിക്കാം. വേറെ വഴിയൊന്നുമില്ല. നമുക്ക് തീരുമാനിക്കാം. തമ്പ വണ്ടി കയറ്. ഹലോ ജഗനങ്ങളെ, കാര്യങ്ങള് നമ്മൾ വിചാരിച്ചെടുത്തെത്തി. ശ്യാമയുടെ ശാന്തി മുഹൂർത്തം ഇന്ന് നടക്കില്ല. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയട്ടെ. എന്താ? അമൃതയെ കാണാനില്ലാത്തതുകൊണ്ടല്ലേ? അമൃതത്തെ കാണാനില്ലെന്ന് അങ്കിൾ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു എന്നോ? അവളിപ്പോ എന്റെ കസ്റ്റഡിയിലല്ലേ. എന്താ അങ്കിളെ? അമൃതയെടുത്തി അങ്കിളുടെ കസ്റ്റഡിയിലോ? അവളെ എന്റെ ആൾക്കാർ പൊക്കി. ഇപ്പോ എന്റെ താവളത്തിലാ. ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് പോവുക. അപ്പോ ദൈവം ശ്യാമയുടെ അമൃതയുടെയും കൂടെ അല്ല, നമ്മുടെ കൂടെയാ. അല്ല, അവൾ എന്തിനാ അവിടെ നിന്ന് ചാടിയത്? ഞാൻ പറഞ്ഞില്ലേ, അമൃതയെടുത്തിയും ശ്യാമയും തമ്മിൽ തെറ്റിക്കുന്നതില് എന്റെ പ്ലാൻ വിജയിച്ചു. ശ്യാമയ്ക്ക് പണി കൊടുക്കാൻ അമൃതയെടുത്തി നടത്തിയ നീക്കവാ. അത് നമുക്കിപ്പോ ഗുണായി. ശ്യാമയാക്കിലും അമൃതയെടുത്തെ കണ്ടുപിടിക്കാൻ പരക്കം പായോ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലോട്ട് കടക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ ആ SI ജയേഷിനെ ഒന്ന് വിളിക്കണം. അമൃതയുടെ മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്യണം. ശ്യാമയെയാണ് സംശയിക്കുന്നത് എന്ന് പറയണം. ഓക്കെ. ഞാൻ പോകുന്ന വഴിക്ക് ജയേഷിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞോളാം. നിന്റെ ഫോൺ ചെല്ലുമ്പോൾ ജയേഷ് അങ്ങോട്ട് വരും. അവിടെ നീ ശ്യാമയെക്കുറിച്ചുള്ള സംശയങ്ങൾ പറയണം. പറയാം. അമൃതയും ശ്യാമയും തമ്മിലുള്ള വഴക്കിന്റെ കാര്യങ്ങൾ ഒക്കെ പറയാം. ശ്യാമയെയാണ് സംശയിക്കുന്നത് എന്നും പറയാം. അതൊക്കെ ഞാൻ ഏറ്റു ജഗനങ്ങൾ. ഈ അവസരം വെച്ച് നമ്മൾ അവളെ പൂട്ടണം. അവളെ പൂട്ടി അകത്താക്കണം. ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വകുപ്പുകളും ചേർക്കണം. അതൊക്കെ ജയേഷ് ചെയ്തോളൂ. അപ്പോൾ കൃത്യം 10 മിനിറ്റ് കഴിയുമ്പോൾ നീ ജയേഷിനെ വിളിച്ചിട്ട് ഒഫീഷ്യലായിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. അവിടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് വേണം വിളിച്ച് പറയാൻ. ഓക്കെ, ഏറ്റു. ഇവിടെ വീട്ടിൽ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. ശ്യാമ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വീട്ടുകാരെ വിശ്വസിപ്പിക്കാം. എന്നിട്ടേ വിളിച്ച് പറയും. ഓക്കെ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കട്ടെ. മോളെ, കാര്യങ്ങളൊക്കെ എന്തായി? അമൃത എവിടെയാ പോയെന്ന് വല്ല സൂചനയും കിട്ടിയോ? അപ്പച്ചി, ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കാൻ പോവുക. അല്ല, മനസ്സിലായില്ല. താമസിയാതെ അപ്പച്ചിക്ക് എല്ലാം മനസ്സിലാകും. ഇപ്പൊ സമാധാനിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.